ഹലോ അളിയാ, എന്തടാ നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അളിയ ഒരു കേസുണ്ട്. എന്ത് കേസ്? അത് പിന്നെ അത് എന്റെ ഒരു കൂട്ടുകാരൻ. എന്റെ മീൻസ് നിന്റെ, നിന്റെ മീൻസ് എന്റെ, അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ. ഓ, ആദ്യം കാര്യം പറയടാ കോപ്പേ. അതായത് ആ നിഷ്കളങ്കനായ സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായ ആ സഹോദരന്റെ ഭാവി പത്നിയെ ഒന്ന് ചെറുതായിട്ട് അവളുടെ ഭവനത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം. നിസാരം. മലരെ, ഇതിനെല്ലടാ ഒളിച്ചോട്ടോന്ന് പറയണേ. അങ്ങനെയൊന്നുമില്ല. എന്നാലും ടെക്നിക്കലി സയന്റിഫിക്കലി പൊളിറ്റിക്കലി അങ്ങനെയൊക്കെ നമ്മൾ പറയും. അളിയ, നോ പറയരുത് പ്ലീസ്. എന്നിട്ടാണ് അവളുടെ വീട്ടുകാർ നാളെ വന്ന് എന്നെ പഞ്ഞിക്കിടാൻ വേണ്ടിട്ട്. എടാ, നീ പിടിക്കുന്നതോ പോട്ട്, ആ വള്ളിയിലെല്ലാം കൂടെ എന്നെ എന്തിനാണോ എടുത്തിട്ട് എനിക്ക് അടി വാങ്ങിച്ചു തരുന്നത് നീ? ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് കോൾസ് അല്ലേ അലിയ? അങ്ങനെയൊന്നും ഉണ്ടാവൂല, എനിക്ക് ഉറപ്പാണ്. നീ വന്ന മാത്രം മതി. നീ മുത്തല്ലേടാ, മുത്ത്. ആ, പ്രശ്നമൊന്നും ഉണ്ടാവൂല്ലെങ്കിൽ നിനക്ക് എന്നെ പോയാ പോരെ. എന്നാത്തിനാ എന്നെ പിടിക്കുന്നേ? എടാ, നീ ഒരു ധൈര്യം വേണല്ലോ, ധൈര്യം. അതുകൊണ്ടല്ലേ നിന്നെ വിളിക്കുന്നേ. കുരുപ്പ്, ഇതെന്തോന്ന് ബംഗ്ലാവോ? പെണ്ണിച്ചിരി റിച്ച, അതല്ലേ ഇങ്ങനെയൊക്കെ ആയത്. നിന്റെ സോക്കോൾഡ് കൂട്ടുകാരനും കാമുകി ഇന്നെങ്ങാനും വരുവോ? ഞാൻ കുറെ നേരം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. വരും 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 വരും. ഓ, ടോർച്ച് നേരെ പിടി കുരുപ്പേ. അല്ല, എന്നാലും ഞാൻ തരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒറ്റയ്ക്ക് വന്നാ പോയായിരുന്നു. പെണ്ണിന്റെ അച്ഛൻ എന്താടാ ജോലി? അളിയാ, അത് ചെറുതായിട്ടൊന്ന് കമ്മീഷണറായിട്ട് വരും. എടാ സാമദ്രോഹി, ഞാൻ നിന്റെ അടുത്ത് എന്തോ ഉണ്ടാക്കാൻ വന്നടാ, നീ തീർന്നടാ. അളിയാ, ഞാൻ നാട് വിട്ട്, ഇനി തിങ്കളാഴ്ച കാണാം. ഓ, ലവമുള്ള വള്ളി എല്ലാം മിനിറ്റിന് പിടിച്ചോണ്ട് വരും. എന്നിട്ട് എനിക്ക് അടി വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹലോ അളിയാ, ഇതൊരു കേസുണ്ടേ. ഹലോ അളിയാ, ഞാനേ നീന്നൊന്ന് കാല് ചെറുതായിട്ടൊന്ന് ഒഴിയാറ്. അളിയാ, അതെ, ഒരു ഇമോഷണൽ കേസ്, ഒന്ന് പെട്ടെന്ന് വാളിയാ, ഞാൻ ഇവിടെ ഉണ്ട്. അളിയ, എന്റെ കൈ കാലും ചെറുതായിട്ടൊന്ന് വീണ് ഞാൻ മുറിയാറേ. അളിയാ, അതെ, ഇവിടെ ഒരു കാർ എടുത്ത കേസ്. ഹലോ, നീ എവിടെയാ? നീ വീട്ടിലുണ്ടോ? ഞാൻ ഇവിടെ കൈയും കാലും ഒടിഞ്ഞൊന്ന് ചെറുതായിട്ട് കിടക്കുക. എന്താടാ, വല്ല സീനുണ്ടോ? ഒന്നുമില്ലടാ, നീ എന്നാ റെസ്റ്റ് എടുത്തോ, ഞാൻ പിന്നെ വിളിക്കാം. നീയല്ലേടാ വയ്യാതെ കൈയും കാലും ഒടിഞ്ഞ് വീട് കിടക്കുന്നേ, എന്നോട് നിനക്ക്? അത് അളിയാ, എനിക്കെന്തോ ഭയങ്കര സീനുള്ള പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വന്നേ. എന്താ അളിയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. എളിയ, ഒന്നും പേടിക്കല്ല, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടോ, നീ ധൈര്യമായിട്ടിരി. നീ ആരോട് സംസാരിച്ചേ? അത് നമ്മുടെ കമ്മീഷണറോട്. എന്തേ? എന്തിന്? അത് പിന്നെ അളിയ, നമുക്കൊരു സേഫ്റ്റി ഒക്കെ വേണ്ടി, അതുകൊണ്ട് സംസാരിച്ചു. എന്റെ പുണ്യാത്മാവായ സഹോദര, നീ കേക്ക്. എന്റെ ലൈസൻസ് കാണാതെ പോയതിന് നീ എന്തിനാടാ കമ്മീഷണറിനെ വിളിച്ചു വരണേ? നീ എനിക്ക് അടി വാങ്ങിച്ചു തരുവോ? അളിയ, അതൊരു സേഫ്റ്റിക്ക്. എന്റെ ദേവിയെ, ഞാൻ ആരെല്ലാം കൊന്നിട്ട് വന്നാ നീ എന്ത് ചെയ്യൂടാ? അത് പോരെ ഒഴിച്ചിടാൻ വരും. ഹലോ, എന്തടാ? ആളിയ, ചെറിയൊരു സീൻ, ഞാൻ ചെറുതായിട്ട് ഒരാളെ ഒന്ന് കൊന്നു. കൊച്ചേർക്ക പാതിരാത്രി വിളിച്ചിട്ട് മറ്റേടത്തെ പരിപാടി കാണിച്ചോണ്ടല്ലോ. ഒന്ന് എഴുന്നേറ്റ് പോടാ നീ. അളിയ, ഞാൻ ശരിക്കും കൊണ്ടാ, വീട്ടിൽ രാത്രി കക്കാൻ കറിയ കള്ളനാ. ശരിക്കും കൊന്നോടാ നീ? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങോട്ട് ഇപ്പൊ തന്നെ വരാം. നീ കള്ളന്റെ പിക്കൊന്ന് എടുത്ത് എനിക്ക് വാട്സപ്പിലേക്ക്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഇറങ്ങാം, നീ സമാധാനപ്പെടും. അളിയ, ഞാൻ ചുമ്മാ അറിഞ്ഞതാ, നീ വരെയൊന്നും വേണ്ട. പാതിരാത്രി വെച്ചിട്ട് പോടാ. അളിയ, നോ നോ നോ, അളിയ, ശരിക്കും ഒരു ചെറിയ കേസുണ്ട്.